2024 ജൂൺ മാസത്തിൽ തൃശ്ശൂർ ശക്തൻ തമ്പുരാന്റെ പ്രതിമ KSRTC ബസ് ഇടിച്ച് തകർന്നതാണ്. അതിനുശേഷം MLA ഫണ്ട് ഉൾപ്പെടെയും അതുപോലെ തന്നെ KSRTCയുടെ സഹായത്തോടെയും ഒക്കെയായി ആ പ്രതിമ വീണ്ടും അതേ ശില്പിയെ വെച്ച് തന്നെ പുനർനിർമ്മിക്കുകയും അതിവിടെ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ സ്ഥാപിച്ചതിന് ശേഷം ഏകദേശം 2 മാസമായി ഈ പ്രതിമ ഇങ്ങനെ തന്നെ മൂടി വെച്ചിരിക്കുകയാണ്. പണിയെല്ലാം പൂർത്തിയായ ശേഷവും ഉദ്ഘാടനം കാത്തുകിടക്കുകയാണ്. ഉദ്ഘാടനത്തിന് മേയറോ അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളോ ഒന്നും തന്നെ അവരുടെ സമയം ആയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇങ്ങനെ നീട്ടിപ്പോകുന്നത്. ഇത്രയും നാളുകളായി ശക്തൻ്റെ പ്രതിമയുടെ ഉദ്ഘാടനം നടത്താത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. അതെ, നമുക്കറിയാം 2024 ജൂൺ മാസത്തിലാണ് KSRTC ബസ് ഇടിച്ച് ഈ പ്രതിമ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പണം ആര് മുടക്കുമെന്ന തർക്കം നിലനിൽക്കുന്നെങ്കിലും പിന്നീട് 20 ലക്ഷം രൂപ മുടക്കി ഇത് തയ്യാറാക്കുകയാണ് ഉണ്ടായത്. ഈ പ്രതിമ സ്ഥാപിച്ചതിന് ശേഷം ദിവസങ്ങളോളം ഏകദേശം 1.5 മാസക്കാലം ഇവിടെ പൊതിഞ്ഞു കെട്ടി വയ്ക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം മേയർ കൗൺസിൽ പ്രഖ്യാപനമുണ്ടായി 1-ാം തീയതി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന്. പക്ഷെ മേയർ ചെയ്തത് ഉദ്ഘാടനം ഹൈജേക്ക് ചെയ്യാൻ വേണ്ടി, മേയർക്ക് സ്വന്തമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ തൃശ്ശൂരിലുള്ള ജില്ലയിലുള്ള സ്വന്തം ഘടകകക്ഷിയായ CPIയിലെ മന്ത്രിമാരെയും MLAമാരെയും അറിയിക്കാതെ അതിൽ ഒറ്റയ്ക്ക് മേയറും കോർപ്പറേഷനിലെ CPM കൂടി ഒത്തുകളിച്ച് CPIയിൽ ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ആ ഗൂഢാലോചന ഉദ്ഘാടനം മാറ്റിവെക്കേണ്ടി വന്നു. ഇപ്പോൾ ഉദ്ഘാടനം മാറ്റി വെച്ച് പൊതിഞ്ഞു കെട്ടി അതൊക്കെ മാറ്റി ഇത് ചുവന്ന തുണി വിരിച്ച് ശക്തൻ്റെ മുഖം മറച്ചിരിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇന്ന് മുതൽ 7 ദിവസത്തിനുള്ളിൽ ഈ പ്രതിമയുടെ ശിലാസ്ഥാപന കർമ്മം മേയർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ച് ഉദ്ഘാടനം നടത്തിയില്ലെങ്കിൽ കോൺഗ്രസ് കൗൺസിലർമാർ നിശ്ചിത സമയത്തിനുള്ളിൽ തിരശീലം മാറ്റി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാധ്യമങ്ങളോട് ഉറപ്പ് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. ഈ ശക്തനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തുണി മാറ്റിയില്ലെങ്കിൽ ഇനിയും പ്രതിഷേധവുമായി രംഗത്തെത്തും. ഇതിന്റെ ഉദ്ഘാടന കർമ്മം തങ്ങൾ തന്നെ നിർവഹിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് കൗൺസിലർമാർ വ്യക്തമാക്കുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.